നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 320th day. Today 10th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 320ാം ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം തത്സത്. പാശം കണ്ടേ നിധായാസ്യ തന്മൃത്യുമുപചക്രമു ത്വരിതം ന മമാരാസോ ചിന്തായുക്താസ്തഥാ ഭവൻ. പാശം കണ്ടേ നിധായാസ്യ തന്മൃത്യുമുപചക്രമു ത്വരിതം ന മമാരാസോ ചിന്തായുക്താസ്തഥാ ഭവൻ. ഓം തത്സത്. കയറുകൊണ്ട് അവൻ്റെ ഉറക്കത്തിൽ അവനെ കൊല്ലുവാൻ വേണ്ടി കെട്ടി വരിഞ്ഞു വലിച്ചു. പക്ഷേ ദുഷ്ടനായ അവൻ മരിച്ചില്ല. അപ്പോൾ അവർ ചിന്തായുക്തരായി തീർന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി ഈ സ്ത്രീകൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളായിട്ട് ഈ ദുഷ്ട സ്ത്രീകളുടെ ചിന്തയും പ്രവൃത്തിയുമാണ് വർണ്ണിക്കുന്നത്. അവൻ ധനം അപഹരിച്ചു കൊണ്ടുവന്നത് രാജാവ് അറിഞ്ഞ് അവനെ പിടിച്ചു കൊണ്ടുപോകും. അതിനു മുന്നേ നാം തന്നെ അവനെ വധിച്ചാൽ നമുക്ക് ഈ അർത്ഥങ്ങളൊക്കെ ലഭിക്കും എന്ന് കരുതിയിട്ട് അവനെ വധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കയറുകൊണ്ട് കെട്ടി കൊല്ലാമെന്ന് ഉറക്കത്തിൽ കഴുത്തിൽ കെട്ടി കൊല്ലാമെന്ന് കരുതി ഈ ശ്ലോകത്തിൽ പറയുകയാണ്. അവൻ ഉറങ്ങുമ്പോൾ അവർ അവൻ്റെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചു അവനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ വളരെ ദുഷ്ടനായിരുന്ന അവൻ, ദുഷ്ടതയുള്ളവർക്ക് മരണം വേഗം ഉണ്ടാവുകയില്ല എന്നാണ് പറയുക. കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു വലിച്ചിട്ടും അവൻ്റെ മരണം സംഭവിച്ചില്ല. അവന് മരണം സംഭവിക്കാത്തപ്പോൾ ഈ സ്ത്രീകൾ വീണ്ടും ആലോചന തുടങ്ങി. എങ്ങനെയാണ് ഇനി ഇവനെ കൊല്ലുക? നാം വിചാരിച്ച മാതിരി ഇവൻ മരിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അവർ വീണ്ടും അവനെ വധിക്കാനുള്ള ആലോചന, എങ്ങനെയാണ് വധിക്കേണ്ടത് എന്നുള്ള ചിന്ത തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പാശം കണ്ടേ, കയറ് കഴുത്തിൽ കെട്ടി കൊല്ലാൻ ശ്രമിച്ചു. നിധായാസ്യ തൻ മൃത്യുമുപചക്രം. അവന് വേഗം, ത്വരിതം ന മമാരാസോ, അവന് വേഗം മരണം വന്നില്ല. അവൻ ദുഷ്ടനായതുകൊണ്ട് അവന് വേഗം മരണം വന്നില്ല. അപ്പോൾ ചിന്തായുക്ത സദാ, അപ്പോൾ അവർ ചിന്തയോടുകൂടി വീണ്ടും ചിന്തിച്ച് എങ്ങനെയാണ് പ്രവൃത്തി നടത്തേണ്ടത് എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പാശം കണ്ടേ നിധായാസ്യ തന്മൃത്യുമുപചക്രമു ത്വരിതം ന മമാരാസോ ചിന്തായുക്താസ്തഥാ ഭവൻ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.